ഹലോ ഗൈസ്, ഞാൻ വീണ്ടും അടുത്ത വ്ളോഗായിട്ടെത്തി. ഇന്ന് ഞാൻ അത്യാവശ്യം വലിയ കുഴപ്പമില്ല, ഹാപ്പിയാണ്. പക്ഷെ രാവിലെ വയ്യായിരുന്നു, ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു, അതുകൊണ്ട് ക്ലാസ്സിൽ പോയില്ല. ഞാൻ പോയി വിചാരിച്ചു ഇന്ന് ഫുൾ ഓഫ് എടുക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ഇന്ന് പുതിയ 2 സബ്ജക്റ്റ് തുടങ്ങാം. ആദ്യത്തെ ഫസ്റ്റ് സബ്ജക്റ്റ് പോയി, ഫ്രഞ്ച് ലാംഗ്വേജ് ക്ലാസ് ഒരെണ്ണം പോയി. പക്ഷേ 6 മണി വരെ ക്ലാസ് ഉണ്ട്, 3 മണിക്കൊരു ക്ലാസ് ഉണ്ട്. അതിന് 3 മണിയുടെ ക്ലാസ്സിന് പോകാൻ പറ്റുന്ന വിശ്വാസത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്ക് അവിടെ എത്തി ആ ക്ലാസ്സിൽ കയറും, ഇല്ലേ തിരിച്ച് വീട്ടിൽ പോരും. ഇന്ന് പുതിയ റൂമിലേക്ക് മാറുന്ന റൂം പോയി കാണാമെന്ന് പറഞ്ഞത്. സോ അങ്ങോട്ട് ഒന്ന് പോകണം. അങ്ങനെ സംതിങ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വന്ന വഴി സമയം കിട്ടുകയാണെങ്കിൽ വല്ല പിസ്സ എന്തെങ്കിലുമൊക്കെ വാങ്ങണം, എന്നിട്ട് അത് മുങ്ങണം. അത്യാവശ്യം ചൂടുണ്ട്. ഞാൻ എന്തിനാണോ ജാക്കറ്റ് എടുത്തത്, ജാക്കറ്റൊക്കെ വേർത്ത് മാറും. അപ്പോൾ തിരിച്ച് ക്ലാസ് കഴിയുമ്പോൾ 6:10 ആവും. അത് കഴിഞ്ഞ് വീടൊക്കെ കണ്ട് എപ്പോൾ വീട്ടിലെത്തുമെന്ന് അറിയില്ല. അപ്പം തണുപ്പാണെങ്കിലോ നമ്മൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബസ് ഇറങ്ങി റിപ്പബ്ലിക്കിലെത്തി. എനിക്ക് തോന്നുന്നില്ല കോളേജിൽ കറക്റ്റ് സമയത്ത് എത്തുന്നു. ലേറ്റ് ആവുന്നതന്നെ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ലേറ്റ് ആവണമെങ്കിൽ പോയ പോലെ തിരിച്ചു പോകേണ്ടി വരും, കാരണം ബസ് വരാൻ കുറച്ച് നേരം വൈകി. വെറുതെ കഴിയുമ്പോൾ പിന്നെ ഞാൻ എന്തായാലും വീട് കാണാൻ പോകണമല്ലോ. തിരിച്ചു വന്ന് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് പിന്നെ വീട് കാണാൻ നേരത്ത് പോകേണ്ടി വരും. നോക്കാം. You're not supposed to. ഇന്നത്തെ ക്ലാസ് അടിപൊളിയായിരുന്നു. ക്ലാസ് കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ 6:45 നാട്ടിൽ 9:30-10 മണി ആവാറായിട്ടുണ്ട്. ക്ലാസ്സൊക്കെ സൂപ്പറായിരുന്നു. ഞാൻ ഇനി വീട് കാണാൻ വേണ്ടി പോവാ. എന്തോ ഭയങ്കര മോട്ടിവേഷൻ കിട്ടി. നല്ല രസമുണ്ടായിരുന്നു ക്ലാസ്. ആ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങിയത് തെറ്റല്ലാന്ന് തോന്നുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വരാം. ബൈ ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ റൂം പോയി കണ്ടു. റൂം കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കിച്ചണും ബാത്റൂമും എത്രയൊക്കെ അങ്ങോട്ട് ഒത്തില്ല. നമുക്ക് നോക്കാം, മാറണ്ടേന്ന് ആലോചിച്ചിട്ട് മാറാം. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. എല്ലാവർക്കും ആൾക്കാർ എന്താണെന്നറിയില്ല. ഞാൻ ലിറ്ററലി ബസ്സിന് വെയിറ്റ് ചെയ്ത് വീണ്ടും അന്ന് നമ്മൾ കണ്ട സ്ഥലത്ത് തന്നെ വീണ്ടും ഇരിക്കുക. ഇന്നലെ ഞാൻ വീഡിയോ എടുത്ത സ്ഥലം. അങ്ങനെ റൂമൊക്കെ കണ്ട് തിരിച്ചിട്ടപ്പോൾ പാതിരാത്രിയായി. കാരണം കടയിൽ നിന്ന് ഒരു പിസ്സ വാങ്ങാൻ വേണ്ടി കയറി. ബിക്കോസ് വീട്ടിൽ ചിലപ്പോൾ ഫുഡൊക്കെ എങ്ങനെയാണെന്നറിയില്ല. ഹായ്, നൈറ്റ് വ്യൂ. അമ്മേ ദൈവമേ, ആരെങ്കിലും എന്നെ തട്ടിക്കൊണ്ട് പോകാനാവോ? ഇവിടെ അങ്ങനെയൊന്നും ഇല്ലായിരിക്കും. രാത്രി ഇതുവരെ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. രാത്രി 8 മണിക്കൊക്കെ എന്ത് രസമാണ്, എല്ലാവരും ഉണ്ട് പുറത്ത്. ശരിക്കും പറഞ്ഞാൽ രാത്രിക്ക് ഇവിടെ പുറത്തിറങ്ങേണ്ടത്. നമ്മൾ വണ്ടിമാര് വെറുതെ റൂമിൽ കുത്തിയിരുന്ന് ഷോ അടിച്ച് അല്ല. നാട്ടിലേക്ക് വിളിച്ചപ്പോൾ 12 മണി. ഞാൻ സാധാ ക്ലാസ് കഴിഞ്ഞ് വിളിക്കണ പോലെ നാട്ടിലേക്കും വിളിച്ചു. ദൈവമേ, ഇവിടെ എന്ത് സ്പീഡിലെ വണ്ടിയൊക്കെ പോകുന്നേ. കാരണം ഒരു കാർ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും അറിയില്ല. ഇവിടെ ഒരു ചേട്ടൻ കാറിൽ താമസിക്കുന്ന ചേട്ടൻ. ആ ചേട്ടൻ ഫുൾ ടൈം കാറിലാണ് താമസിക്കുക. എങ്ങനെ പറ്റുന്നു? നമുക്കൊക്കെ വീടുണ്ടായിട്ട് പറ്റുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ എന്ത് എല്ലാ ദിവസവും കാറിൽ കിടക്കുക, കാറിൽ ഫുഡ് കഴിക്കുക, എന്താല്ലേ. അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ. ഞാൻ റൂമിൽ ചെല്ലും, ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. നാളെ മറ്റന്നാൾ ക്ലാസ്സില്ല. നാളെ മറ്റന്നാൾ ഹാപ്പനിങ് ആയിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഞാൻ സാറ്റർഡേ എന്തോ മാർക്കറ്റിൽ എന്തോ പോകുന്നുണ്ടെന്ന് പറയണ്ടേ. ഞാനപ്പോൾ എഴുന്നേക്കുവാണെങ്കിൽ ഞാനത് വ്ലോഗായിട്ടിടാം, ഇല്ലെങ്കിൽ അതുമില്ല. ഓക്കെ ഗൈസ്, ഇത്രേ ഉള്ളൂ. ബൈ 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 ബൈ.
എൻ്റെ കണ്ണാടി. ഞാൻ എൻ്റെ കണ്ണാടിയിൽ കുറേ നാളുകൾക്ക് ശേഷം നോക്കി ചിരിക്കുന്നു ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഓക്കെയാണ്. എനിക്ക് ഇനിയും പിസ്സ കഴിക്കണം. പിസ്സ ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുന്നത് പോർക്കാണ് ഗൈസ്. പിസ്സയിൽ ഞാൻ ചിക്കനാണെന്ന് ആയിരുന്നില്ല, എനിക്കറിയായിരുന്നു ബീഫ് പോർക്ക് എന്തെങ്കിലും ആയിരിക്കും എന്ന് അറിയായിരുന്നു. പക്ഷെ ഫിഷ് നോക്കിയിട്ട് കണ്ടില്ല, കാരണം അലീന ഫിഷേ കഴിക്കുള്ളൂ. അവള് ചിക്കനും ഫിഷും മാത്രമേ കഴിക്കുള്ളൂ. ചിക്കൻ്റെ ഞാൻ കണ്ടില്ല, ചിക്കൻ്റെയൊക്കെ ഭയങ്കര വിലയായിരുന്നു. ചിക്കനാണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലാത്ത വിധത്തിലുള്ള ഫ്രഞ്ചാണ് അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവസാനം ഞാൻ പോർക്കാണ് എടുത്തുകൊണ്ടുവന്നത്. അത്യാവശ്യം കുറേ ഉണ്ട്, എന്താവുന്നറിയില്ല. നമുക്ക് നോക്കാം. എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൂ. എൻ്റെ ബ്ലോഗ് അത്യാവശ്യം കുറേ പേര് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. 30 പേരെങ്കിൽ 30 പേരിരുന്ന് കാണുന്നുണ്ടല്ലോ. 20 പേര് എന്തായാലും എൻ്റെ ബ്ലോഗ് കാണുന്നുണ്ട്. ഹോ, ഐ ആം സോ ഗ്ലാഡ്. എൻ്റെ പൊട്ടത്തരങ്ങൾ കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഗുഡ് നൈറ്റ് ഗൈസ്.